ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലാതെ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. അത്ര സുന്ദരമായ റോഡ്. കഥയിൽ ചോദ്യമില്ലെന്നാണ്. എന്നാൽ കൊല്ലത്തെ തീരദേശത്ത് താമസിക്കുന്നവർക്ക് വർഷങ്ങളായി കുറേ ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. കൊല്ലം പരവൂർ തീരദേശ റോഡിൻ്റെ കഥയുടെ വരികൾ മുഖ്യൻ പറഞ്ഞതുപോലെ അത്ര അടിപൊളിയല്ല. ഒരു 4 വർഷക്കാലമായി ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയാണ്. കൊല്ലം ജില്ലയിലെ തന്നെ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന മേഖലയായ ബീച്ചും പാപനാശവും താന്നിയും എല്ലാം വരുന്ന മേഖലയാണ് ഈ റോഡ്. ട്രാഫിക് കുറവുള്ളത് കൊണ്ടും ആയിരക്കണക്കിന് ആൾക്കാർ, 2 വീലർ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്. മാറ്റമെന്ന വാക്കു കേട്ട് മടുത്ത ജനതയാണ്. കാരണം വർഷങ്ങളായി ഇങ്ങനെ കടലെടുത്ത റോഡുകളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. റോഡിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് വൃത്തി. റോഡ് എത്ര വർഷം കൊണ്ട് ഈ ജനങ്ങളുടെ അടുത്ത് കൊലപ്പെടുന്നതെന്നറിയാം. അധികാരികളെല്ലാം കണ്ണടയ്ക്കും. ഇത് നട്ടും പോയിട്ട് ഇതിൻ്റെ എല്ലാ പാർട്സും ഇളകി കിടക്കുക. വണ്ടിയെല്ലാം കടകട കടന്ന് കുലുങ്ങും നമുക്ക്. ഇവിടെ ക്ഷമയുള്ളവർക്കേ വാഹനം ഓടിക്കാനാകൂ. കാത്തുനിന്ന് വഴി കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഈ ഇടുങ്ങിയ റോഡിലൂടെ 5 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് കേൾക്കുമ്പോൾ അത് ആശ്ചര്യപ്പെടുത്തുന്നില്ലേ? മുഖ്യമന്ത്രി ഇവിടുത്തെ നമ്മൾ തിരഞ്ഞെടുത്ത ഒരാൾ മാത്രമാണ്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾക്കാണല്ലോ മുൻഗണന. അപ്പം ജനങ്ങൾക്ക് എന്താവശ്യമാണ് അതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അല്ലെ മുഖ്യമന്ത്രി പറയുന്നതല്ല ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അമ്മേതാ വീടിന് തൊട്ട് മുന്നിലെ ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എത്ര നാളായിട്ട് ഇത് കാണുകയാണ്? ഇത് 2 കൊല്ലമായി. മഴ പെയ്ത ഈ വെള്ളമെല്ലാം അകത്തോട്ടാണ്. വണ്ടി ഓടുന്ന വെള്ളം, ചെളിയും വെള്ളവും സർവ്വം ഇതിനകത്താണ് വരുന്നത്. അവർ തുപ്പുന്നതും എടുക്കുന്ന അത്ര ഇങ്ങോട്ട് വരെ എന്ത് മഴയാണ് നടക്കുന്നത്. 2-3 കൊല്ലം കൊണ്ട് ഞങ്ങളെല്ലാം സഹിച്ച് ഇവിടെ കിടക്കുക. ഇവർ റോഡ് ശരിയാക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നു. ഇതുവരെ ഇത് പൊളിപ്പിച്ചില്ല. എന്തായാലും ഇത് മുഖ്യമന്ത്രിയോടാണ്. കാരണം ന്യൂയോർക്ക് നല്ലത് ചൂണ്ടിക്കാട്ടി അഭിമാനിക്കാം, അതിൽ പ്രശ്നമില്ല. എന്നാൽ ന്യൂയോർക്കുകാരുടെ കഥ കേട്ട് സന്തോഷിക്കാൻ ഇവർക്ക് ബാക്കിയൊന്നുമില്ല. കാരണം യാഥാർത്ഥ്യം തൊട്ടുമുന്നിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അഖിൽ രാജിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.